ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RJD നേതാവ് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച മഹാസഖ്യം നേതാക്കൾ. സഖ്യത്തിലെ ഭിന്നത പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് നിർണായകമായ ഈ നീക്കം. ഹൈക്കമാൻഡ് നിർദ്ദേശപ്രകാരം പട്നയിലെത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ട് ആണ് ഈ പ്രഖ്യാപനം നടത്തിയത്. तेजस्वी जी की घोषणा करना मायने रखता है. साथ में सबकी राय बनी है कि जो हमारे अन्य पिछड़ा वर्ग के साथी हैं मुकेश सहनी जी, जिनको आप सब जानते हैं, मुकेश सहनी जी जो एक संघर्ष करते हुए यहाँ तक पहुंचे हैं, अपनी पार्टी बनाई है, अपनी अकल होशियारी से, अपनी मेहनत से बनाई है, गरीबों के मसीहा के रूप में, अपनी कौम के मसीहा के रूप में उभर के आए हैं. ऐसे नौजवान को हमने तय किया है वो उप मुख्यमंत्री होंगे. साथ में മഹാസഖ്യത്തിൽ ആശയക്കുഴപ്പമില്ല എന്ന് RJD നേതാവ് തേജസ്വി യാദവ് 24-നോട് പ്രതികരിച്ചു. Now we are very confident this time we gonna make the government. तो हम लोगों ने अपने विजन को हम लोगों ने साफ जो है सरकार के ही नहीं बल्कि जनता के सामने हम लोगों ने रखा है. People they are very angry with the current government and they want to change the government. തേജസ്വിയെ മഹാസഖ്യത്തിന്റെ മുഖമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ലാലു കുടുംബത്തിനെതിരെ വലിയ വിമർശനവുമായി BJP രംഗത്ത് വന്നു. ലാലു പ്രസാദ് യാദവിനും തേജസ്വിക്കും എതിരായ അഴിമതി ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് BJPയുടെ പ്രതികരണം ഇന്ന് വന്നത്. उनके पिताजी 32.5 साल की सजा प्राप्त कर चुके हैं चारा घोटाले के 4 मामलों में. इनके ऊपर ट्रायल चल रहा है दिल्ली के कोर्ट में. CBI जमीन दो होटल लो. ध्यान है आपको, रेलवे के 2 होटल को दिया गया, उसमें भी एक्यूज थे. तेजस्वी यादव 420 के भी एक्यूज थे. पिताजी तो वही है. 420 क्या होता है? धोखाधड़ी. तो ये क्या बोल रहे हैं वो? इसलिए और तो रेलवे का ही है जमीन दो नौकरी लो. इसलिए आप निश्चिंत रहिए, बिहार की जनता समझती है कि विकास किसने किया है, विकास कौन करेगा. तो वो एनडीए. അതേസമയം മഹാസഖ്യത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിനിടെ കോൺഗ്രസ് പാളയത്തിലും പട. സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വത്തെ കുറ്റപ്പെടുത്തിയാണ് സംസ്ഥാന നേതാക്കൾ PCC ആസ്ഥാനത്ത് പ്രതിഷേധിച്ചത്. ആ ദൃശ്യങ്ങൾ കാണാം. വിനീത VG ഉണ്ട് പട്നയിൽ നിന്ന്. വിനീത, ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയുമ്പോൾ എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ വിശേഷങ്ങൾ, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ? ജിക്ക് തീർച്ചയായും മഹാസഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസകരമായ ഒരു നിർണായക ഘട്ടത്തിൽ തന്നെയാണുള്ളത്. ഇന്ന് പട്നയിൽ വെച്ച് നടത്തിയ ഈ മഹാസഖ്യത്തിന്റെ നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അത് ഡൽഹിയിൽ നിന്ന് വന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് അശോക് ഗെഹ്ലോട്ടാണ് സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഒറ്റക്കെട്ടായി ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാണ് തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൂടാതെ തന്നെ സഖ്യത്തിന് 2 ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുമുണ്ട്. അതിൽ ഒരു സ്ഥാനാർത്ഥിയെ ഇന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. VIP പാർട്ടി നേതാവായ മുകേഷ് സഹാനിയാണ് സഖ്യത്തിന്റെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥി. ഒറ്റക്കെട്ടായി ഞങ്ങൾ മുന്നോട്ട് പോകുമെന്ന് പിന്നീട് നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ NDA ക്യാമ്പുകൾക്കെതിരെ ഒരു വെല്ലുവിളി കൂടി നേതാക്കൾ നടത്തിയിരിക്കുകയാണ്. ഞങ്ങളിതാ ഞങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് അമിത്ഷാ പറയൂ എന്നാണ് ഈ പ്രഖ്യാപനത്തിന് ശേഷം മഹാസഖ്യത്തിലെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നാലെ തന്നെ മഹാസഖ്യത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഒന്നുമില്ല എന്നും 6 സീറ്റുകളിൽ പരസ്പരം മത്സരിക്കുന്നുണ്ട്. പക്ഷേ ആ മത്സരം തന്ത്രപരമാണെന്നും തേജസ്വി യാദവ് തന്നെ 24-നോട് പ്രതികരിക്കുകയുണ്ടായി. ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു BJPയുടെ ഒരു കടന്നാക്രമണം കൂടി ഉണ്ടായിരുന്നത്. എനിക്ക് പിന്നിൽ ഞാനിപ്പോൾ നിൽക്കുന്നത് BJPയുടെ മീഡിയ സെന്ററിലാണ്. ഇവിടെ വെച്ച് നടത്തിയ ആ വാർത്താ സമ്മേളനത്തിലായിരുന്നു അത്തരത്തിലേക്കൊരു വലിയ രീതിയിലേക്കുള്ളൊരു പ്രതികരണത്തിലേക്കടക്കം നേതാക്കൾ എത്തിയിരുന്നത്. അവർ പറയുന്നത് ഈ തേജസ്വി യാദവിന്റെയും ലാലു പ്രസാദ് യാദവിനും എതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെയാണ് BJP നിരത്തുന്നത്. ഒപ്പം തന്നെ ഈ ഭൂമി വിൽപ്പന കേസുമായി ബന്ധപ്പെട്ട് തേജസ്വി യാദവ് അതിൽ ആരോപണ വിധേയനാണെന്നും BJP നേതാക്കൾ ആരോപിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും അങ്ങനെ പരസ്പരം ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെയായി ചൂട് പിടിക്കുക തന്നെയാണ് ബീഹാറിലെ രാഷ്ട്രീയം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം
ഒരു ഇരട്ട പ്രഹരത്തിലേക്ക് കോൺഗ്രസ് ഇന്ന് നീങ്ങുന്നതായി തന്നെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. മഹാസഖ്യത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒരു അല്പം ആശ്വാസത്തിലേക്ക് നീങ്ങുന്നതിനിടയിലാണ് ഇന്ന് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ കോൺഗ്രസ് ആസ്ഥാനത്ത് തന്നെ ധർണയും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നത്. ദേശീയ നേതൃത്വത്തിനെതിരെയായിരുന്നു അവരുടെ പ്രതിഷേധമുണ്ടായിരുന്നത്. കൃഷ്ണ അല്ലവരു, അദ്ദേഹം ഈ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിന്റെ നടപടികൾ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ബീഹാറിലെ കോൺഗ്രസിനെ തകർക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഒരു വിഭാഗം നേതാക്കൾ ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി ടിക്കറ്റ് അദ്ദേഹം കാശിന് വിറ്റു എന്ന തരത്തിലുള്ള ചില ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളും കോൺഗ്രസ് നേതാക്കൾ മുഴക്കിയിട്ടുണ്ട്. ഏതാണെങ്കിലും കോൺഗ്രസിനുള്ളിലെ ഈ പടയൊരുക്കം അത് ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നൊക്കെ തന്നെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. വിനീത, ഇന്ന് തേജസ്വി യാദവ് വളരെ എക്സ്ക്ലൂസീവായിട്ട് 24നോട് സംസാരിച്ചല്ലോ. എന്തൊക്കെ കാര്യങ്ങളാണ് വിനീത തേജസ്വി യാദവ് അദ്ദേഹത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലുണ്ടായിരുന്നത്? തീർച്ചയായും GK വലിയ ആത്മവിശ്വാസം തന്നെയാണ് അദ്ദേഹത്തിനുള്ളത്. ഉറപ്പായും മഹാസഖ്യം ഇത്തവണ ബീഹാറിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിനോടകം താൻ മുന്നോട്ട് വെച്ച് തന്റെ ആശയങ്ങളാണ് NDA സർക്കാർ പകർത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. ഈ സഖ്യത്തിനുള്ളിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ആശയക്കുഴപ്പങ്ങളോ ഇല്ല. നിലവിൽ 6 മണ്ഡലങ്ങളിൽ സൗഹൃദ മത്സരമുണ്ട്. പക്ഷേ അതൊരു പോരാട്ടമോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുള്ള ഒരു മത്സരമല്ല. അത് ഞങ്ങളുടെ തന്ത്രപരമായിട്ടുള്ള ഒരു നീക്കമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ബീഹാറിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. ഒറ്റക്കെട്ടായ ആ ജനങ്ങൾ എനിക്ക് പിന്നിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒപ്പം തന്നെ ഞാൻ പറഞ്ഞ വാക്ക് ബീഹാറിലെ ജനങ്ങൾക്ക് വികസനം എത്തിക്കും, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നിങ്ങനെ ഞാൻ പറഞ്ഞ വാക്ക് അത് വളരെ കൃത്യമായി തന്നെ പാലിക്കുമെന്നും തേജസ്വി യാദവ് ഇന്ന് 24നോട് പ്രതികരിക്കുകയുണ്ടായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.